ഈശ്വരാരാധനയും ഈശ്വരാരാധനയ്ക്കും കേന്ദ്രം ഒന്നാണ്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നുവോ അതിനനുസരിച്ചാണ് ആരാധന വ്യത്യാസപ്പെടുക. കൂടെ വരുന്നുണ്ടോ? അതായത് ഒരു ഗണപതി ക്ഷേത്രം എന്ന് വിചാരിക്കുക. ഗണപതി ക്ഷേത്രത്തിൽ നിങ്ങൾ ഇതുവരെ പോയതും തൊഴുതതും വിഘ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു. മനസ്സിലായില്ലേ? വിഘ്നേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് അത്ഭുതകരമായ രീതിയിൽ പല വിഘ്നങ്ങളും അകന്നുപോയി. അങ്ങനെ നിങ്ങൾക്ക് വളരെ സന്തോഷം വന്നു. അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരു മാനസികാവസ്ഥയിൽ നിങ്ങളൊരു സത്സംഗം കേട്ടു. ആ സത്സംഗത്തിൽ പ്രസംഗം നടത്തിയ ആള് പറഞ്ഞു, സനാതനധർമ്മത്തിൽ സമാരാധ്യനാവുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭരണശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. ആ ഈശ്വരനിൽ നിന്നാണ്, ഏകസാരമായ തത്വത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ സംഭവിച്ചത്. ആ ഈശ്വരനിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ആ ഈശ്വരനിലേക്കാണ് എല്ലാം ഒടുവിൽ വിലയിക്കുന്നത്. അങ്ങനെയുള്ള ഈശ്വരനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് സത്സംഗത്തിൽ നിന്ന് കേട്ടില്ലേ? കേട്ടതിന് ശേഷം പിന്നെ അടുത്ത ദിവസം നിങ്ങൾ ഈ അറിവോടുകൂടി വീണ്ടും അതേ ഗണപതി ക്ഷേത്രത്തിൽ ചെല്ലാം. പക്ഷെ അവിടെ നിങ്ങൾ വിഘ്നേശ്വരനെ അല്ല ആരാധിക്കുന്നത്. പിന്നെയോ ആചാര്യ ഭഗവത്പാദർ പല ദേവതാവിശേഷങ്ങളെയും ഈശ്വര ബുദ്ധിയ ആരാധിക്കാൻ വേണ്ടി സ്തുതി എഴുതി തന്നിട്ടുണ്ട്. എന്തൊരു സൗകര്യമായി നോക്കൂ. ഇപ്പൊ വിഘ്നേശ്വരനെ, ഗണപതി ഭഗവാനെ ഈശ്വരനായിട്ട് ആരാധിക്കുമ്പോൾ നമ്മൾ എന്താ ചൊല്ലുക? അജം നിർവികൽപം നിരാകാരമേകം. അജം നിർവികൽപം നിരാകാരമേകം നിരാനന്ദമാനന്ദമദ്വൈതപൂർണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരബ്രഹ്മ തത്വം ഗണേശം ഭജേമ. അപ്പൊ നിങ്ങൾ ഗണപതിയാണോ ആരാധിക്കുന്നത്? അല്ല. ജനിക്കാത്ത, അജം, യാതൊരു അവയവ ഭേദമോ വികല്പങ്ങളോ ഇല്ലാത്ത അരൂപിയായ സാക്ഷാൽ ബ്രഹ്മതത്വത്തെ, ഈശ്വര തത്വത്തെ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ നമ്മളിവിടെ വിഷ്ണു ഭഗവാനെ ആരാധിക്കുമ്പോൾ ദേവതാവിശേഷമായിട്ട് ആരാധിക്കാം. സത്സംഗത്തിലൊക്കെ പങ്കെടുത്ത് കാര്യം മനസ്സിലായി കഴിഞ്ഞാലോ ഈശ്വര ബുദ്ധി ആരാധിക്കും. അതിന് പ്രത്യേകിച്ച് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല, എവിടെ തന്നെ മതി. ഇപ്പൊ ക്ഷേത്രം എന്ന സങ്കേതത്തിൽ, ക്ഷേത്ര സംവിധാനങ്ങളിൽ രണ്ട് പ്രകാരത്തിലുള്ള ആരാധനകളുണ്ട്. ദേവതാരാധനയുമുണ്ട്, ഈശ്വരാരാധനയുമുണ്ട്. കേട്ടില്ലേ? രണ്ടും തമ്മിൽ എവിടെയാ വ്യത്യാസപ്പെടുക? നിങ്ങൾക്ക് എത്ര അറിവുണ്ട് അതിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഇനി ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാൽ വിവിധ ദേവതാവിശേഷങ്ങളെ പ്രാർത്ഥിച്ച് കാശൊക്കെ ധാരാളമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പൊതുവെ മനസ്സിലാക്കിയത് ആരെ പ്രാർത്ഥിക്കാനാണ്? ലക്ഷ്മി ഭഗവതി. അമ്മേ, കടം പെരുകിയ അവസ്ഥയിലാണ്. അവിടെ പലതും മുടങ്ങിക്കിടക്കുകയാണ്. ഒക്കെ ഒന്ന് നേരെയായി കിട്ടണം. കാശ് കിട്ടാൻ വകയൊക്കെ ഉണ്ടേ, പക്ഷെ അതൊക്കെ അടഞ്ഞെടുക്കുക. ഒക്കെ ഒന്ന് തുറന്ന് അനുഗ്രഹിക്കണേ എന്ന് ലക്ഷ്മി ഭഗവതിയോട് പ്രാർത്ഥിച്ചാലോ അമ്മ തീർച്ചയായിട്ടും കേൾക്കും. എന്നിട്ടോ നമുക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാനുള്ള കഴിവ് കിട്ടും, വിജയിക്കുകയും ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? മനസ്സിന് സ്വസ്ഥത ഉണ്ടാവും, ശാന്തി ഉണ്ടാവും,
സന്തോഷവും അനുഭവപ്പെടും. അപ്പൊ പിന്നെ സത്സംഗത്തിന് വന്നിരുന്നാൽ നന്നായിട്ട് മനസ്സിലാവും പറയണ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഒരു സൗകര്യമാണ് ആചാര്യന്മാർ ഉപദേശിച്ചത്. അതാരെങ്കിലും പറയുകയാണ് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ വെറും യാചകരെ പോലെ കുട്ടിയുടെ കല്യാണം നടത്തി തരണേ, വീട് പണി ആരംഭിച്ചിട്ടുണ്ട്, അത് മര്യാദയ്ക്ക് പുരോഗമിക്കണേ, കടമുള്ളത് വീട്ടിൽ കിട്ടണേ, ഒരു കേസിന്റെ പിറകെയാണ്, ഭഗവാനെ ഒന്ന് രക്ഷിക്കണേ എന്നൊന്നും പറയുന്നത് ശരിയല്ല എന്ന് ആരെങ്കിലുമൊക്കെ വേദികളിൽ വെച്ച് പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് അതൊരു നിരാശയ്ക്ക് കാരണമാവേണ്ട കാര്യമില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രഭാഷണം നടത്തുന്നത് കേട്ടാൽ നിങ്ങൾ എന്തേ മനസ്സിലാക്കണ്ടു? അഥവാ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് വായിക്കുകയാണെങ്കിൽ എന്തേ മനസ്സിലാക്കേണ്ടതുള്ളൂ? പോകെ പോകെ ഈ ഒരവസ്ഥയിൽ എത്തിച്ചേരണമെന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. തൽക്കാലം ഒരു അമ്പലത്തില് ദേവതയുടെയോ അല്ലെങ്കിൽ ഈശ്വര സങ്കല്പത്തിൻ്റെയോ മുന്നിൽ പോയി തൊഴുതു നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞോളൂ. മനസ്സിൽ പറഞ്ഞാൽ മതി അല്ലേ? അനുഗ്രഹിക്കണേ അമ്മേ, ശിവശിവ, ഹേ ത്രംബകേശ്വര, അനുഗ്രഹിക്കണേ. ഏതൊക്കെ പ്രകാരത്തിലുള്ള അനുഗ്രഹം വേണം എല്ലാം പറഞ്ഞോളൂ. കേട്ടില്ലേ? കാരണം എന്താ? ഈ അനുഷ്ഠാന സമ്പ്രദായങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയത് നമ്മുടെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാവാൻ വേണ്ടിയാ, സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയാ. അപ്പോഴേ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പോയാലേ ജന്മത്തെ സഫലമാക്കാൻ പറ്റുള്ളൂ.